കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് MCNU കോഴ്സിൽ കവർ ചെയ്യുന്ന സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. നമുക്കറിയാം ലേൺവൈസിൽ കഴിഞ്ഞ 4 എക്സാം സൈക്കിൾസിലായിട്ട് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ് അല്ലെങ്കിൽ ഇഗ്നോ സീരീസ്, ഇഗ്നോ ഫോക്കസ് സീരീസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഗ്നോയിൽ ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 5 എക്സാം സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിസിൽ ഇനി വരാൻ പോകുന്ന എക്സാംസിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം, ഏതൊക്കെ ഏരിയസിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ MCS 218 ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇതിൽ നമ്മൾ സിലബസ് മാപ്പിംഗ് ആയിരിക്കും, ബ്ലോക്ക് വൈസ് ഓരോ ഏരിയാസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ ഏരിയാസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ്, ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഫോർമാറ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ റെക്കറിങ് ക്വസ്റ്റ്യൻ റിവ്യൂ, അതായത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, ഫോർ എക്സാമ്പിൾ സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, റൗട്ടിംഗ് അൽഗോരിതം, ട്രാഫിക് ഷേപ്പിംഗ്, ഈ ടൈപ്പ് ഏരിയാസ് നമ്മൾ കവർ ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഈ വരാൻ പോകുന്ന എക്സാമിന് വരാവുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഏതിനൊക്കെയാണ് പ്രോബിലിറ്റി, ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഫുൾ ലെങ്ത് ഇഗ്നോ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് പേപ്പർ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മോഡൽ ആൻസർ അതുപോലെ മാർക്കിംഗ് സ്കീം ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം സിലബസ് മാപ്പിംഗ് ആണ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് നോക്കുന്നത്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, അതിൽ യൂണിറ്റ് 1 ഇൻ്റർനെറ്റ്, അതിൽ ഇൻ്റർനെറ്റ് ബാക്ക് ബോൺ ISP പാസ് പേപ്പേഴ്സിൽ 1 ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 1 തന്നെ ഇൻ്റർനെറ്റ് സർവീസസ് പാസ് പേപ്പറിൽ ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെറ്റ്വർക്ക് ടോപ്പോളജി 2 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 2 വരുമ്പോൾ ട്രാൻസ്മിഷൻ ബേസിക്സ്, അനലോഗ് വേഴ്സസ് ഡിജിറ്റൽ സിഗ്നൽസ് 1 ടൈം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ യൂണിറ്റ് 2 ട്രാൻസ്മിഷൻ പ്രൊപ്പഗേഷൻ ഡിലേ പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 2 നോയ്സ് SNR 5 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 2 ട്രാൻസ്മിഷൻ മീഡിയ ഫൈബർ ഒപ്റ്റിക്സ് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 2 തന്നെ ഡേറ്റ റേറ്റ് സിഗ്നൽ റേറ്റ് 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 3 എൻകോഡിംഗ് ആൻഡ് മോഡുലേഷൻ ഡിജിറ്റൽ ടു ഡിജിറ്റൽ എൻകോഡിംഗ് 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 3 എൻകോഡിംഗ് ആൻഡ് മോഡുലേഷനിൽ നിന്ന് മോഡുലേഷൻ, അതിൽ AM PM PSK FSK QAM 4 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 3 PCM അതുപോലെ ക്വാണ്ടൈസേഷൻ 3 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 വരുമ്പോൾ മൾട്ടിപ്ലക്സിങ്, അതിൽ FDM TDM 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 4 തന്നെ സർക്യൂട്ട് വേഴ്സസ് പാക്കറ്റ് സ്വിച്ചിങ് 5 ടൈംസ്. യൂണിറ്റ് 4 ADSL വേഴ്സസ് കേബിൾ അല്ലെങ്കിൽ DSL 1 ടൈം ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 1 DLL ഫണ്ടമെന്റൽസിൽ ഫ്രെയിമിംഗ് മെത്തേഡ്സ് 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 1 എറർ ഡിറ്റക്ഷൻ 3 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 1 CRC ഇമ്പോർട്ടൻ്റ് ആണ്, 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 1 DLL ഫണ്ടമെന്റൽസിൽ ഫ്ലോ കൺട്രോൾ 4 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് 2 റീട്രാൻസ്മിഷനിൽ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ 6 ടൈം ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 2 ഗോ ബാക്ക് ആൻഡ് ARQ 1 ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 2 സെലക്റ്റീവ് റിപ്പീറ്റ് ARQ 2 ടൈം ചോദിച്ചിട്ടുണ്ട്.
യൂണിറ്റ് 2 തന്നെ പൈപ്പ് ലൈനിങ് ആൻഡ് പിങ്കി ബാക്കിംഗ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 3 അലോഹ പ്യുവർ ആൻഡ് സ്ലോട്ടഡ് ത്രൂപുട്ട് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 3 CSMA CD അതുപോലെ ഈതർനെറ്റ് ഫ്രെയിം 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. WLAN ആൻഡ് സ്വിച്ചിങ് യൂണിറ്റ് 4 ആണ് കവർ ചെയ്യുന്നത്. ഹിഡൻ എക്സ്പോസ്ഡ് സ്റ്റേഷൻസ് അതിൽ MACAW 802.11 4 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 4 WLAN സ്വിച്ചിങ് അതിൽ ബ്രിഡ്ജസ് ട്രാൻസ്പെറൻറ്റ് സ്പാനിങ് ട്രീ സോഴ്സ് റൗട്ടിംഗ് 5 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 സർവീസസ് VC വേഴ്സസ് ഡേറ്റാഗ്രാം അഡ്രസ്സിംഗ് 6 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 1 കൺജഷൻ ഡെഫിനിഷൻ കോൺസെപ്റ്റ്സ് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 2 ഷോർട്ടസ്റ്റ് പാത്ത് ഡിജിസ്ട്രാസ് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 2 ഡിസ്റ്റൻസ് വെക്റ്റർ കൗണ്ട് ടു ഇൻഫിനിറ്റി 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 2 ലിങ്കിങ് സ്റ്റേജ് റൗട്ടിംഗ് 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 2 IP ഹെഡർ ഫ്രാഗ്മെന്റേഷൻ IPv6 ICMP DHCP 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 3 നെറ്റ്വർക്ക് ലെയേഴ്സ് അതിൽ യൂണിറ്റ് 3 റൗട്ടിംഗ് അൽഗുരിതം RIP OSPF BGP 1 ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 3 ട്രാഫിക് ഷേപ്പിംഗ് 4 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 3 കൺജഷൻ കൺട്രോൾ അതിൽ അഡ്മിഷൻ കൺട്രോൾ പോളിസിങ് ഓപ്പൺ ലൂപ്പ് 2 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 3 എമർജിംഗ് ടെക്കിൽ മാനറ്റ് 1 ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 4 WSN 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 4 എമർജിംഗ് ടെക് IoT M2M 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 1 ട്രാൻസ്പോർട്ട് സർവീസസ് ആൻഡ് QoS 1 ടൈം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 യൂണിറ്റ് 1 എലമെന്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് അഡ്രസ്സിംഗ് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 യൂണിറ്റ് 2 TCP UDP RPC UDP ഫീച്ചേഴ്സ് സ്ട്രക്ചേഴ്സ് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ യൂണിറ്റ് 2 TCP UDP RPC TCPയിലെ ഹെഡർ ഫ്ലോ കൺജഷൻ ഈ ഏരിയയിൽ നിന്ന് 4 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 4 യൂണിറ്റ് 2 റിമോട്ട് പ്രൊസീജിയർ കോൾ RPC 2 ടൈംസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 3 നെറ്റ്വർക്ക് സെക്യൂരിറ്റി അതിൽ ക്രിപ്റ്റോഗ്രാഫിക് ബേസിക്സ് പബ്ലിക് കീ RSA DHC ECC DSA 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 3 നെറ്റ്വർക്ക് സെക്യൂരിറ്റി അതിൽ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് മോഡുലോ XOR 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ബ്ലോക്ക് 4 യൂണിറ്റ് 4 നെറ്റ്വർക്ക് സെക്യൂരിറ്റി ത്രെറ്റ്സ് അറ്റാക്സ് മാൽവെയർ ഡോസ് ഫിഷിങ് 4 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 4 വൾണറബിലിറ്റീസ് ബഫർ ഓവർഫ്ലോ SQL ഇഞ്ചക്ഷൻ 1 ടൈം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 ട്രാൻസ്പോർട്ട് ആൻഡ് ആപ്സ് അതിൽ യൂണിറ്റ് 4 ഫയർവാൾ IDS VPN ഫോറൻസിക്സ് 3 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു ബാർ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ പാസ് പേപ്പേഴ്സിന്റെ ബേസിസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് 2 ആണ്. മാക് ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ. ദെൻ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3 ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബ്ലോക്ക് 4ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്സ് തന്നെയാണ്. അപ്പം ഈ ഒരു ഫിഗറിൽ നോക്കുമ്പോൾ നമുക്കറിയാം ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആൻഡ് 2 നിന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി ടോപ്പ് 3 ഹൈൽഡ് ടോപ്പിക്സ് ആണ് നോക്കുന്നത്. ക്രിപ്റ്റോഗ്രഫി സ്യൂട്ട് RSA ഓക്കെ ആ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെറ്റ്വർക്ക് ലെയർ സർവീസസ് ആൻഡ് അഡ്രസ്സിംഗ് VC വേഴ്സസ് ഡേറ്റാഗ്രാം IP അഡ്രസ്സിംഗ് ഓക്കെ. അതുപോലെ CSMA CD ഈതർനെറ്റ് ഫ്രെയിംവർക്ക്. ഇനി ടോപ്പ് 3 ഹൈൽഡ് ന്യൂമറിക്കൽ ടൈപ്പ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഡയഗ്രാം ഡ്രിവൺ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ CRC ചെക്സം ആണ്. ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അലോഹ ത്രൂപുട്ട് വൾണറബിൾ പീരീഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ടസ്റ്റ് പാത്ത് അതിൽ ഡിജിസ്ട്രാ ബെൽമൻ ഫോർഡ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി നമുക്ക് ഓരോ ഏരിയയിൽ നിന്നും എത്ര മാർക്സിന് ക്വസ്റ്റ്യൻസ് അപ്രോക്സിമേറ്റ്ലി
എത്ര റേഞ്ച് ഓഫ് മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത്. അൽഗോരിതം, പ്രൊസീജിയർ, വാക്ക് ത്രൂ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 5 to 8 മാർക്കിന്. കമ്പയർ, കോൺട്രാസ്റ്റ് 5 to 10. ഡെഫിനിഷൻ, ഷോർട്ട് നോട്ട് 5 to 8. ഡയഗ്രാം ബേസ്ഡ് ഡ്രോ സ്കെച്ച് 5 to 8. എക്സ്പ്ലെയിൻ, ഡിസ്ക്രൈബ്, ഡിസ്കസ്, എസ്സേ ടൈപ്പ് 5 to 8. ന്യൂമറിക്കൽ കൺസെപ്ഷണൽ ക്വസ്റ്റ്യൻസ് 5 to 8. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് നോക്കുന്നത്. അതിൽ ടിപ്പിക്കലി 5 to 8 മാർക്ക് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. കൺജഷൻ വേഴ്സസ് ഫ്ലോ കൺട്രോൾ 75 to 140 വേർഡ്സിനൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. കമ്പയർ, കോൺട്രാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതിൽ VC വേഴ്സസ് ഡേറ്റാഗ്രാം, CSMA CD വേഴ്സസ് CSMA CA യൂഷ്വലി 5 to 6 മാർക്കിന് വരാം, 70 to 100 വേർഡ്സിൽ. ഡെഫിനിഷൻ, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് 5 മാർക്കിന് 60 to 90 വേർഡ്സ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അൽഗോരിതം, പ്രൊസീജിയർ, വാക്ക് ത്രൂ ക്വസ്റ്റ്യൻസ് അത് ഓൾമോസ്റ്റ് 5 to 7 മാർക്കിന് 75 to 110 മാർക്ക് വേർഡ്സിൽ നമ്മൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതണം. ഇനി നോക്കുന്നത് ബ്ലോക്ക് വൈസ് ഓരോ നമ്മളുടെ ഒരു കഴിഞ്ഞ പാസ്റ്റ് 5 സൈക്കിളിൽ കവർ ചെയ്യുമ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര പെർസെൻറ്റേജോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഇന്ന് 27.4%. ബ്ലോക്ക് 2 മാക് ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ ഇന്ന് 28.8%. ബ്ലോക്ക് 3 നെറ്റ്വർക്ക് ലെയർ ഇന്ന് 27.2%. ബ്ലോക്ക് 4 ട്രാൻസ്പോർട്ട് ആൻഡ് സെക്യൂരിറ്റി 22%. ഇപ്പം ഈ ഒരു ഇത് നോക്കുമ്പോൾ നമുക്കറിയാം എക്സ്പ്ലെയിൻ, ഡിസ്കസ് ആ ടൈപ്പ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരു ഇൻക്രീസ് കാണാം. കമ്പയർ, കോൺട്രാസ്റ്റിൽ ഇപ്പം കറൻ്റ്ലി ഒരു ഡിപ്പാണ് വരുന്നത്. ഡെഫിനിഷനിൽ ഒരു ഡിപ്പ് കാണാം. അൽഗോരിതം, പ്രൊസീജിയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിലും ഡിപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എക്സ്പ്ലെയിൻ, ഡിസ്കസ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരു ഹൈക്ക് കാണാനായിട്ട് പറ്റുന്നു. അപ്പം ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുവാണ്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. കമ്പയർ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിൽ ഒരു ഡിപ്പ് കാണാം. അൽഗോരിതം അല്ലെങ്കിൽ പ്രൊസീജിയർ, വാക്ക് ത്രൂവിൽ ഒരു ഡിപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്, GBN, SR, ARQ വിത്ത് ടൈം ലൈൻ 9 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ്, കൺജഷൻ വേഴ്സസ് ഫ്ലോ കൺട്രോൾ, എക്സ്പ്ലെയിൻ, ലീക്കി വേഴ്സസ് ടോക്കൺ ബക്കറ്റ് ഷേപ്പിംഗ് 9 times. Define multiplexing, explain synchronous TDM, contrast with the switching 8 times. Compare VC versus datagram 6 times. Draw, compare, encoding and modulation 6 times. Derive throughput for pure, slotted aloha and define vulnerable period 6 times. Discuss WSN, MANET, IoT architecture and typical application 5 times. Explain RSA, DIFT, Healthman, ECC, computer small example, signature concepts 5 times. Explain transport layer services, TCP, three-way handshaking, Nagal's algorithm 4 times. Explain transmission media and fiber, transmission versus propagation delay 4 times. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി ടേബിൾ ആണ് ഓരോ ബ്ലോക്കിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്, GBN, SR, ARQ വിത്ത് ടൈം ലൈൻ. ബ്ലോക്ക് 2 യൂണിറ്റ് 2 റീട്രാൻസ്മിഷൻ സ്റ്റേജസ് 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ആവറേജ് 7 മാർക്ക്. ഡിഫറൻഷിയേറ്റ്, കൺജഷൻ വേഴ്സസ് ഫ്ലോ കൺട്രോൾ, എക്സ്പ്ലെയിൻ, ലീക്കി വേഴ്സസ് ടോക്കൺ ബക്കറ്റ് ഷേപ്പിംഗ്. ബ്ലോക്ക് 3 യൂണിറ്റ് 3 കൺജഷൻ കൺട്രോൾ ചെയ്യുന്ന 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ആവറേജ് 6.1 മാർക്ക്. ഡിഫൈൻ മൾട്ടിപ്ലെക്സിംഗ്, എക്സ്പ്ലെയിൻ സിങ്ക്രണസ് TDMA, കോൺട്രാസ്റ്റ് വിത്ത് സ്വിച്ചിങ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 നിന്നാണ്, അപ്പിയറൻസ് 8 ആണ്, ആവറേജ് 6.6 മാർക്ക്. കമ്പയർ VC വേഴ്സസ് ഡേറ്റാഗ്രാം, അത് ബ്ലോക്ക് 3 യൂണിറ്റ് 1 സർവീസസ് ആൻഡ് ഡിസൈൻ 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ആവറേജ് 6.2 മാർക്സ്. ഇനിയും ഡ്രോ, കമ്പയർ, എൻകോഡിംഗ്, മോഡുലേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 എൻകോഡിംഗ് ആൻഡ് മോഡ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, 6 മാർക്ക് ആവറേജ്. Derive throughput for pure, slotted aloha and define vulnerable period. Block 2 unit 3 congestion protocol aloha 6 times വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് 5.8 മാർക്ക്. Describe WSN, MANET, IoT architecture and typical application. Block 3 unit 4 emerging network topologies 5 times, 6.6 average mark. Explain RSA, Diffie, Hellman, ECC, computer small example, signature concept. Block 4 unit 3
5 times average 5.8 mark. Explain transport layer services, TCP, three-way handshaking, Negala algorithm. Block 4, unit 1 and 2, 4 times average 6.2 mark. ഇനി explain transmission media and fiber, transmission versus propagation delay. Block 1, unit 2 in. ഓൾമോസ്റ്റ് ഒരു 4 times ചോദിച്ചിട്ടുണ്ട്, ആവറേജ് 5.5 മാർക്ക്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഒരു ഡിഗ്രിയോ PGയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന ഓൾമോസ്റ്റ് 36.5% ആണ്. അതർ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്നത് 63.5%. പാസ്റ്റ് ഒരു 5 എക്സാം സൈക്കിളിലെ പേപ്പേഴ്സ് കവർ ചെയ്യുമ്പോൾ. ഇനി സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ നോക്കുമ്പോൾ ഔട്ട്ലൈൻ നമ്മൾ ഈ അലോഹ, അതുപോലെ TCP, IP ഈ ഏരിയാസിലൊക്കെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം എക്സാമിന് അപ്പിയർ ചെയ്യാൻ. ഇനി ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് പ്രോബബിലിറ്റിയാണ് നോക്കുന്നത്. ബ്ലോക്ക് 2 മാക് ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ, യൂണിറ്റ് 1 DLL ഫണ്ടമെൻ്റൽ, CRC 85.7% പ്രോബബിൾ ആണ്, ഹൈലി പ്രോബബിൾ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 2 റീട്രാൻസ്മിഷൻ, ARQ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് 85.7% ഹൈലി പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 3 ട്രാഫിക് ഷേപ്പിംഗ് 85.7% ഹൈലി പ്രോബബിൾ. ബ്ലോക്ക് 1 യൂണിറ്റ് 3 മോഡുലേഷൻ, AM, PM, PSK, QAM 71.4% പ്രോബബിൾ. ബ്ലോക്ക് 1 യൂണിറ്റ് 4 മൾട്ടിപ്ലക്സിംഗ് സ്വിച്ചിങ്, അതിൽ സർക്യൂട്ട് വേഴ്സസ് പാക്കറ്റ് സ്വിച്ചിങ് 71.4% പ്രോബബിൾ. യൂണിറ്റ് 2 റീട്രാൻസ്മിഷൻ, പൈപ്പ് ലൈനിങ്, പിഗ്ഗി ബാങ്കിങ് 71.4% ഹൈലി പ്രോബബിൾ. ഇനി യൂണിറ്റ് 3 കഞ്ചഷൻ പ്രോട്ടോകോൾ, അലോഹ ആൻഡ് ത്രൂപുട്ട് 71.4% ഹൈലി പ്രോബബിൾ. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 4 WAN ആൻഡ് സ്വിച്ചിങ്, അതിൽ ബ്രിഡ്ജസ്, സ്പാനിങ് ട്രീ, സോഴ്സ് റൗട്ടിംഗ് 71.4% പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 1 എലമെന്റ് അഡ്രസ്സിംഗ്, മൾട്ടിപ്ലക്സിംഗ്, ബഫറിംഗ് 71.4% ഹൈലി പ്രോബബിൾ. ബ്ലോക്ക് 4 യൂണിറ്റ് 3 സെക്യൂരിറ്റി, അതിൽ ക്രിപ്റ്റോഗ്രഫി, RSA, DH, ECC, DSA 71.4% ഹൈലി പ്രോബബിൾ. ഇനി യൂണിറ്റ് 2 ട്രാൻസ്മിഷൻ ബേസിക്, അതിൽ SNR, നോയ്സ് 57.1% മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 2 ട്രാൻസ്മിഷൻ ബേസിക്സ്, അതിൽ ട്രാൻസ്മിഷൻ മീഡിയ, ഫൈബർ 57.1% മീഡിയം പ്രോബബിലിറ്റി. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 4 മൾട്ടിപ്ലക്സിംഗ് സ്വിച്ചിങ്, മൾട്ടിപ്ലക്സിംഗ്, FTM, TDM 57.1% പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 3 CSMA, CD, CA 57.1% പ്രോബബിൾ. ഇനി യൂണിറ്റ് 1 ബ്ലോക്ക് 3 യൂണിറ്റ് 1 VC versus datagram addressing services 57.1% probable. Unit 1 services and design, congestion and definition methods 57.1% probable ആണ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 4 threats, attacks, malware, DOS, DDoS, phishing 57.1% probable ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 1 error detection, checks and parity 42.9% probable. Block 2 Unit 1 DLL fundamentals, flow control basics 42.9% median level of probability. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 3 Ethernet framework, അതിൽ IEEE 802.3, അതിൽ 42.9% median level of probability. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 4 WLAN സ്വിച്ചിങ്, അതിൽ 802.11 ഹിഡൻ എക്സ്പോസ്ഡ് MAC-A, MAC-AW
42.9% probable. Block 3, Unit 2, shortest path Dijistra's algorithm, 42.9% probable. And in Block 3, Unit 2, distance vector count to infinity, 42.9% probable. Block 3, Unit 4, IoT M2M, 42.9% probable. And in Unit 2, Block 3, 4 UDP feature structure, 42.9% probable. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 2 TCP header 3-way handshake nagar, 42.9% probable. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 4 firewall IDS VPN 4 and 6, 42.9% probable. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 1 നെറ്റ്വർക്ക് ടോപ്പോളജി 28.6% probable ആണ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 3 PCM quantization 28% probable ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഫ്രെയിമിംഗ് മെത്തേഡ് 28.6% probable. ഇനിയുള്ളതെല്ലാം ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ARQ സെലക്റ്റീവ് റിപ്പീറ്റ്, ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ്, IP ഹെഡർ, ഫ്രാഗ്മെന്റേഷൻ, IPv6, ICMP, DHCP. ഇനി ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 4 എമർജിംഗ് ടെക് WSN 28.6% probable. ബ്ലോക്ക് 4 യൂണിറ്റ് 2 TCP UDP RPC, അല്ല RPC ചോദിക്കാം, 28.6% probable. യൂണിറ്റ് 3 മാത്ത് ബാക്ക്ഗ്രൗണ്ട് അതിൽ മോഡുലോ എക്സോർ 28.6% probable. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇന്റർനെറ്റ് ബാക്ക് ബോൺ ISP 14.3% probable. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇന്റർനെറ്റ് സർവീസ് ആൻഡ് ആക്സസ് 14.3% probable. ബ്ലോക്ക് 1 യൂണിറ്റ് 2 analog versus digital signals 14.3% probable. In block 1 unit 3 Manchester differential Manchester 14.3% probable. In unit 4 multiplexing switching DSL ADSL versus cable 14.3% probable. In block 2 unit 2 ARQ go back end 14.3% probable. ഇനി വരുന്നതൊക്കെ തന്നെ 14.3% probable ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 2 RIP OSPF BGP. ഇനി യൂണിറ്റ് 3 അഡ്മിഷൻ കൺട്രോൾ പോളിസി. യൂണിറ്റ് 4 മാനറ്റ്. ബ്ലോക്ക് 4 യൂണിറ്റ് 1 QoS സർവീസസ് കണക്ഷൻ മാനേജ്മെന്റ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഹൈൽഡ് ടോപ്പിക്സ് ആയിട്ട് പറയുന്നത്. 70% അതിൽ കൂടുതൽ പ്രോബബിലിറ്റി വരുന്നതാണ് പ്രയോറിറ്റി കൂടിയ ഏരിയ. മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി ആണ് 40 to 69% പ്രോബബിൾ ആയിട്ടുള്ള ഏരിയ. ലോ പ്രോബബിലിറ്റി വരുന്ന 40 ലെസ് ദാൻ 40 വരുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്ന ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇനി വരാൻ പോകുന്ന എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ 3 hour ആണ് എക്സാം, മാക്സിമം 100 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. അറ്റംപ്റ്റ് എനി 3 question ഫ്രം ദ റിമൈനിങ് 4 questions. ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്യേണ്ടിടത്ത് ലേബിൾഡ് ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1 എ പാർട്ടിൽ 5 മാർക്സ് വെച്ചിട്ടാണ് ഓരോന്ന്. എൻകോഡ് ദ ബിറ്റ് സീക്വൻസ് 1011001101 യൂസിങ് മാഞ്ചസ്റ്റർ ആൻഡ് ഡിഫറൻഷ്യൽ മാഞ്ചസ്റ്റർ സ്കീംസ് ഷോ ട്രാൻസ്മിഷൻ ക്ലിയർലി. ബ്ലോക്ക് 1 യൂണിറ്റ് 3 കവർ ചെയ്യുന്നു. ബി പാർട്ടിൽ കമ്പ്യൂട്ട് ദ CRC reminder for the frame 11100101 using generator polynomial g of x is equal to x raised to 4 plus x square plus 1 binary 10101. Show division steps. Block 2 unit 1. See partly using it time diagram. Explain stop and wait ARQ when an ACK is lost. Mark timer, sequence numbers and retransmission. Block 2 unit 2. D part derive the throughput of slotted aloha and evaluate it at G equal to 0.3. State any assumption use. Block 2 unit 3. ഈ പാർട്ടിൽ sketch the IEEE 802.3 Ethernet frame field and state the minimum and maximum frame size. Justify the need for minimum size. Block 2 unit 3. F പാർട്ടിൽ compare virtual circuit and datagram approaches. Cite one scenario in which each is preferable. Block 3 unit 1.
G part, draw the IPv4 header and explain the role of DF, MF, flag and fragment offset with a brief numerical illustration. Block 3, Unit 2. H part, perform RSA key generation for P is equal to 13, Q is equal to 17. Choose a valid E, compute D and encrypt the message M equal to 12. Block 3, Unit 3. In question number 2, 20 mark question. A part, contrast FDM and synchronous FDM. Design a small TDM frame for 1 kbps sources with a 1 byte framing overhead. Compute the frame rate and link bit rate. Block 1, Unit 4. Discuss B part, discuss AM, PSK and QAM with respect to noise, robustness and bandwidth efficiency. Interrupt using cancellation perspectives. No plot required. 6 mark question. Block 1, Unit 3. Compare ADSL and cable access in terms of spectrum use, asymmetry and deployment context. Block 1, Unit 4 in the cover in the question. In question number 3, 20 mark. A part, explain framing method for the data 0, 1, 1, 1, 1, 1, 0, 0, 1, 1, 1, 1, 0. Show the bit stuffing output. 5 mark question. Block 2, Unit 1. B part, compare go back n and selective repeat for window size n equal to 7 and n equal to 4. Find the minimum sequence number bit needed and justify. Block 2, Unit 2. C part, describe P persistent CSMA. Indicate when it outform non-persistent CSMA. 5 mark. Block 2, Unit 3. D part, explain hidden and exposed station problem in 802.11 and how RTS, CTS mitigate them with a labeled timeline. Block 2, Unit 4. Any question number 4, 20 mark. Run Dijistra's algorithm on the graph with the edges. A set of edges തന്നിട്ടുണ്ട്. Report the shortest path A to F and the distance label after each realization. Block 2, Unit 2. B part, discuss congestion control and flow control. Sketch how delay throughput behavior motivates fair sharing policies in packet network. 7 mark. Block 3, Unit 3. C part, for IPv4 192.168.56.77/26. Find network address, find host, last host broadcast. Then state one practical role each of DHCP and ICMP during host bootstrapping diagnosis. 6 mark question. Block 3, Unit 2. Any question number 5, 20 mark. A part, enumerate transporter services. Q quality of service aspects and map each to a suitable application example. Block 4, Unit 1. B part, explain the three-way handshake with the state transmission notations in ACM, ACK and the sequence number in a minimal example. 5 mark question. Block 4, Unit 2. C part, describe the UDP header and justify its use for DNS and real-time streaming. Comment on the checksum. Block 4, Unit 2. D part, differentiate firewall and IDS. Outline a small office perimeter that include VPN for remote access. 5 mark question. Block 4, Unit 4 in the cover ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൻ്റെ മോഡൽ ആൻസർ മാർക്കിംഗ് സ്കീം ആപ്പിൽ അവൈലബിൾ ആണ്. അത് ആക്സസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് റെഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടോപ്പ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് വയസ്സെങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് എക്സാമിന് പോകും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.